Dear students, the chapter pairs of equations and the second video on this chapter. Here a question for you. Two persons go to shop and buy some articles. Two persons. The first man bought 2 pen and 3 pencil and paid 25 rupees. The second person bought 2 pen and 2 pencil and paid 22 rupees. Then we have to find out how much is the cost of 1 pencil and 1 pen. How much rupees for 1 pen and 1 pencil? രണ്ടുപേര് കടയിൽ പോയി. ഒരാൾ 2 പെന്നും 3 പെൻസിലും വാങ്ങി 25 രൂപ കൊടുത്തു. മറ്റേയാൾ 2 പെന്നും 2 പെൻസിലും വാങ്ങി 22 രൂപ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഒരു പെന്നിനും ഒരു പെൻസിലിനും വില എത്രയാണെന്ന് ചോദിക്കുന്നു. ഇവിടെ ഹൂ പെയ്ഡ് മോർ മണി? ദ ഫസ്റ്റ് മാൻ. ഹൗ മച്ച് മോർ ദാൻ ദ സെക്കൻഡ്? 3 rupees അല്ലേ? ഒന്നാമത്തെ ആൾ കൂടുതൽ പൈസ കൊടുത്തിട്ടുണ്ട്, 3 രൂപ കൂടുതൽ കൊടുത്തിട്ടുണ്ട് മറ്റേ ആളെക്കാളും. വൈ ഹി പെയ്ഡ് മോർ? എന്തുകൊണ്ടായിരിക്കും കൂടുതൽ കൊടുത്തത്? എന്തെങ്കിലും സാധനം കൂടുതൽ വാങ്ങിയിട്ടുണ്ടാവും അല്ലേ? എന്ത് സാധനമാണ് ഇവിടെ കൂടുതൽ വാങ്ങിയത്? ഒരു പെൻസിൽ കൂടുതൽ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു പെൻസിൽ കൂടുതൽ വാങ്ങിയതുകൊണ്ടാണ് ഇയാളെക്കാളും 3 രൂപ കൂടുതൽ കൊടുക്കേണ്ടി വന്നത്. അങ്ങനെയാണെങ്കിൽ പെൻസിലിൻ്റെ വിലയല്ലേ 3 രൂപ? അപ്പോൾ പെൻസിലിൻ്റെ വില കിട്ടി. എങ്ങനെ കിട്ടി? നമ്മൾ എന്താ കണ്ടത്? ദ ഡിഫറൻസ് ഇൻ പേയ്മെൻറ്റ് ആൻഡ് ദ ഡിഫറൻസ് ഇൻ ആർട്ടിക്കിൾ അല്ലേ? ആർട്ടിക്കിളിലെ ഡിഫറൻസ് എന്താണ്? 1 പെൻസിലാണ് ആ ഡിഫറൻസ്. ഇവിടുത്തെ പേയ്മെൻറ്റിലെ ഡിഫറൻസ്, പൈസയിലുള്ള ഡിഫറൻസ് 3 rupees. അപ്പോൾ ഒരു പെൻസിലിൻ്റെ വില 3 രൂപ കിട്ടി. അങ്ങനെയാണെങ്കിൽ പെന്നിൻ്റെ വില കണ്ടുപിടിക്കാമല്ലോ. ഒരു പെൻസിലിന് 3 രൂപയാണെങ്കിൽ 3 പെൻസിലിന് 9 രൂപയായിരിക്കില്ലേ ഇവിടുത്തെ വില? അപ്പോൾ ഇവിടെ 9 രൂപയാണ് വരിക. അപ്പോൾ എത്ര രൂപേനോട് 9 രൂപ കൂട്ടിയാലേ 25 കിട്ടുക? 16 രൂപ കൂട്ടിയാലല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2 പെന്നിന് 16 രൂപയാണ്. അപ്പോൾ ഒരു പെന്നിൻ്റെ വില 8 രൂപ. അപ്പം നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ഒന്ന് ആലോചിച്ച് നോക്ക്. ഫസ്റ്റ് we write equations, then in this question we find the difference in payment and difference in article. Hence we got 1 pencil worth 3 rupees and put the value of pencil in equation 1, or you can put it in equation 2. That is your choice, equation 1 or equation 2. Then we get the value of pen. In mathematics usually we don't write pen and pencil. Instead we write x and y and z etc. x, y, z, a, b, c etc. That is called variables. How can we write this equation using variables? 2 pen 2x, പെന്നിനാണ് നമ്മൾ എക്സ് കൊടുത്തത്. 3 പെൻസിൽ 3y ഈക്വൽ ടു 25, ഇക്വേഷൻ 1. ഇനി ഇക്വേഷൻ 2 ആണ്. 2 പെൻ 2x പ്ലസ് 2y ഈക്വൽ ടു 22. ഇനി എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്? ഡിഫറൻസ് കണ്ടുപിടിച്ചു. എന്തിൻ്റെ ഡിഫറൻസ്? 1 2 കുറച്ചു അല്ലേ? ഇക്വേഷൻ 1 ഇക്വേഷൻ 2 ലെഫ്റ്റ് സൈഡും കുറക്കണം, റൈറ്റ് സൈഡും കുറക്കണം. ലെഫ്റ്റ് സൈഡിൽ എന്തിൻ്റെ ഡിഫറൻസ് ആണ്? ആർട്ടിക്കിളിൻ്റെ ഡിഫറൻസ്. റൈറ്റ് സൈഡിൽ പേയ്മെൻറ്റിൻ്റെ ഡിഫറൻസ്. അപ്പോൾ ആർട്ടിക്കിളിൽ ഡിഫറൻസ് വരുമ്പോഴാണ് പേയ്മെൻറ്റിലും ഡിഫറൻസ് വരുന്നത് അല്ലേ? സാധനങ്ങളിൽ വ്യത്യാസം വരുമ്പോഴാണ് തുകയിലും വ്യത്യാസം വരുന്നത്. അപ്പോൾ നമ്മൾ മൈനസ് ചെയ്യാണ്, അതിന് ഡിഫറൻസ് കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ മൈനസ് ചെയ്യണം 2 ലെഫ്റ്റ് സൈഡ് ആൻഡ് റൈറ്റ് സൈഡ്. ലെഫ്റ്റ് സൈഡിൽ എക്സ് 2x മൈനസ് 2x 0, 3y മൈനസ് 2y y ആണ് കിട്ടുക. അപ്പോൾ ഇവിടുത്തെ സാധനങ്ങളിലുള്ള വ്യത്യാസം ഒരു y ആണ്. y എന്ന് പറഞ്ഞാൽ പെൻസിലായിരുന്നു അല്ലേ? പേയ്മെൻറ്റിലെ ഡിഫറൻസ് 3, അപ്പോൾ y ഈക്വൽ ടു 3. ഇനി നമ്മൾ
ഒരു കുഞ്ഞു മീനിനെ പിടിച്ചിട്ട് അതിനെ വലിയ മീനിനെ ചൂണ്ടയിട്ട് കൊടുക്കൂലേ, വലിയ മീനിനെ പിടിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഈ കിട്ടിയ സാധനം വെച്ചിട്ട് ഇവിടെ ചൂണ്ടയിട്ടാൽ മതി. എങ്ങനെ ചൂണ്ടയിടുക? ഇക്വേഷൻ 1 2 ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ, ഞാനിവിടെ ഇക്വേഷൻ 1 എടുത്തത്, y 3 എന്ന് കിട്ടിയത് ഇക്വേഷൻ 1 അങ്ങ് ചേർത്ത് കൊടുക്കുക. എങ്ങനെ ചേർക്കുക? 2x അതുപോലെ തന്നെ വൈക്കാണുള്ള വില ചേർക്കേണ്ടത് 3y. അപ്പോൾ 3 × 3 3 × 3 വൈൻ്റെ വില 3 = 25. അപ്പോൾ 2x + 9 = 25. ഇവിടെ നിന്ന് തന്നെ മനസ്സിലാവും 2x 16 ആണ്. 16നോട് 9 കൂട്ടിയാലാണ് 25 കിട്ടുക. അപ്പോൾ 2x 16 ആകുമ്പോൾ x 8 ആണ്. അപ്പോൾ +9 അപ്പുറം പോകും -9 ആയി 2x 16 ആയി x 8 കിട്ടി. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് പെന്നാണ്. പെന്നിൻ്റെ വില 8 രൂപ, പെൻസിലിൻ്റെ വില y ആണ്, അത് 3 രൂപ. I think you understood it best, and we will see in the next video with another problem. Thank you.